രോഗികളെ സന്ദർശിക്കാൻ പറയുന്നുണ്ട്, പുണ്യ. എല്ലാ മതങ്ങളിലും പുണ്യം. രോഗികളെ പോയിട്ട് കാണുക എന്നുള്ളത് പുണ്യമുള്ള കാര്യമാണ്. രോഗികളെ പോയി കാണുന്നത് രോഗികൾക്ക് വേണ്ടിയല്ല എന്ന് രോഗികളെ കണ്ട് പുറത്തിറങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു തിരിച്ചറിവുണ്ട്. അത് രോഗികൾക്ക് വേണ്ടിയിട്ടായിരുന്നില്ല. എൻ്റെ ഓട്ടത്തിനിടയിൽ ഞാൻ മറന്നുപോകുന്ന ചിലതുണ്ടായിരുന്നു. എൻ്റെ ബഹളങ്ങൾക്കിടയിൽ ഞാൻ കാണാതെ പോകുന്ന ചിലതുണ്ടായിരുന്നു. അത് കാണിച്ചു തരാൻ വേണ്ടി ഈശ്വരൻ എനിക്കയച്ച ക്ഷണപത്രങ്ങളാണ് ആ രോഗികളെന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ജക്കാത്ത് എല്ലാ മതങ്ങളിലുണ്ട്. ജക്കാത്ത് പല പേരാണ്. ദാനങ്ങൾ, ദാനം, ധർമ്മം. ക്രിസ്ത്യാനിറ്റിയിൽ പിന്നെ ദശാംശം എന്നാണ് പറയുക. 10 ദശാംശം. ഹൈന്ദവ ധർമ്മത്തിൽ ദാനം, ധർമ്മം എന്നൊക്കെ തന്നെയാണ് പറയാം. ഇസ്ലാമിൽ ജക്കാത്ത് എന്നാണ് പറയുക. 2.5% ജക്കാത്ത് നിർബന്ധമാണ് ഇസ്ലാമിൽ. 2.5% എന്ന് പറഞ്ഞാൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ നമ്മുടെ പൈസ ഉണ്ട് അക്കൗണ്ടിൽ. ആ അക്കൗണ്ടിലുള്ള പൈസയില്ലേ, അതിൽ 2.5% നമുക്ക് ഹറാമാണ്, മറ്റുള്ളവരുടേതാണ്. അത് കൊടുത്താൽ അത് മാത്രമേ പോകുള്ളൂ. കൊടുത്തിട്ടില്ലെങ്കിൽ മുഴുവൻ പണവും നമുക്ക് അർഹതയില്ലാത്തതായി മാറും. അതാണ് 2.5%. നമ്മുടെ കയ്യിലൊരു ക്യാരറ്റോ അല്ലെങ്കിൽ ഒരു കക്കരിക്കയോ ഉണ്ടെങ്കിൽ ആ കക്കരി നമ്മൾ 10 കഷ്ണമാക്കിയിട്ട് മുറിക്കുക. ആ 10 കഷ്ണത്തിൽ നിന്ന് ഒരു കഷ്ണം 4 കഷ്ണമാക്കിയിട്ട് മുറിക്കുക. ആ 4 കഷ്ണത്തിൽ നിന്ന് ഒരു കഷ്ണം ഇങ്ങനെ എടുത്തു നോക്കിയാൽ അത് എത്ര ചെറുതായിരിക്കും? അതാണ് 2.5%. കക്കരി മുഴുവൻ കൊടുക്കണ്ട. കക്കരിയിൽ 10 1 പോലും കൊടുക്കണ്ട.